അത്ര ശക്തമായ ലഹരി സംഘമാണ് നമ്മുടെ നാട്ടിൽ സജീവമായിരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷം പിണറായി വിജയൻ ഈ നാടിനോട് ചെയ്ത ഏറ്റവും വലിയ ദ്രോഹം വാസ്തവത്തിൽ അഴിമതിയോ ധൂർത്തോ സ്വജനപക്ഷപാതമോ ധാർഷ്ട്യമോ ഒന്നുമല്ല, ഈ തലമുറയെ മുഴുവൻ ലഹരിക്ക് അടിമയാക്കി എന്നതാണ്. സർക്കാരിൻ്റെ ലഹരി വിരുദ്ധ ക്യാമ്പയിനുകളൊക്കെ ലഹരി കച്ചവടക്കാരായ പാർട്ടി പ്രവർത്തകർക്ക് പണമുണ്ടാക്കാനുള്ള കുറുക്കുവഴികളായിരുന്നു. ഈ ക്യാമ്പയിനുകളുടെ ഭാഗമായി ഡിവൈഎഫ്ഐയും SFIയും പോലുള്ള സംഘടനകൾ ആ പണം കൈപ്പറ്റി എന്തെങ്കിലുമൊക്കെ കോപ്രായം കാട്ടിവെക്കും. തെരുവ് നാടകവും സൂംബ നൃത്തവുമൊക്കെ ഇതിൻ്റെ ഭാഗമായി നടത്തും. മാധ്യമങ്ങൾ ലഹരി വിരുദ്ധ പോരാട്ടത്തെക്കുറിച്ച് വാർത്തകൾ എഴുതും. വാസ്തവത്തിൽ ഒരു വശത്ത് ഇത് നടക്കുമ്പോഴും ഈ SFIക്കാരും DYFIക്കാരും ലഹരി കച്ചവടത്തിൻ്റെ മൊത്ത കച്ചവടക്കാരായി മാറുകയും അവർ ക്യാമ്പസുകളിലേക്കും സ്കൂളുകളിലേക്കും തെരുവുകളിലേക്കും ഗ്രാമങ്ങളിലേക്കും ഈ കച്ചവടം വ്യാപിപ്പിക്കുകയും ചെയ്തു. കഴിഞ്ഞ 5-6 വർഷത്തിനിടയിലാണ് കേരളം ലഹരി വ്യാപാരത്തിൻ്റെ രാജ്യത്തെ തലസ്ഥാനമായി മാറുന്നത്. അതിന് മുഖ്യ പങ്ക് വഹിച്ചത് CPM ഭരണമാണ്. CPMൻ്റെ വിദ്യാർത്ഥി യുവജന സംഘടനകളാണ്. പല നേതാക്കളും ലഹരിക്കടിമകളായി ലഹരി കച്ചവടക്കാരായി എളുപ്പത്തിൽ പണമുണ്ടാക്കി. അഴിമതി നടത്തുന്നതിനേക്കാൾ എളുപ്പമാണ് ലഹരി കച്ചവടം. അത്ര വലിയ മാർക്കറ്റാണ്, അത്ര വലിയ പ്രൊട്ടക്ഷനാണ്. അങ്ങനെ അവർ നാടിനെ ഒരു പരുവത്തിലാക്കി. അതിന് തുടർച്ചയാണ് കുട്ടികൾ നൈറ്റ് ലൈഫ് ആഘോഷിക്കാൻ വേണ്ടി നമ്മളറിയാതെ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുന്നത്. നമ്മുടെയൊക്കെ വീട്ടിൽ ഇത് സംഭവിച്ചിട്ടുണ്ടാവാം, ഇപ്പോഴും സംഭവിക്കുന്നുണ്ടാവാം.